ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മൂൺ ഗോഡസ് ആണ്. ഈ ഒരു വിഷയം ഇനി എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ക്ലോസ് ചെയ്തൊരു വിഷയമായിരുന്നു. പക്ഷെ ഇപ്പം എടുക്കാതെ വയ്യാന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും മൂൺ ഗോഡസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ട്രെൻഡിങ് ആയ ഒരു വിഷയം ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല. ഞാനൊരു 2-3 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ മൂൺ ഗോഡസിനെ റിലേറ്റ് ചെയ്ത് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2-3 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴും അത് എനിക്ക് ഈ ഒരു വിഷയം വന്നതുകൊണ്ടായിരിക്കും ഇപ്പം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ നെഗറ്റീവ് കമൻസും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്നുണ്ട്. അതിൽ എന്നെ തെറി വിളിച്ചുള്ള കമൻസ് വരെ വരുന്നുണ്ട്. എനിക്കങ്ങനെ കമൻസ് ഡിലീറ്റ് ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ചില കമൻസ് ഒരു എന്താ പറയുക, നമുക്ക് സ്വന്തം കമൻറ്റ് ബോക്സിൽ കിടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെ പരിചയമുള്ള കുറച്ച് ആൾക്കാരെങ്കിലും കാണുന്നതാണ്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് തീരെ തെറി കമൻറ്റ്സ് മാത്രം ഒരു 2-3 ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടൊരു കാറ്റഗറി ഉണ്ട്. മേ ബി അവർക്കത് ഫീൽ ചെയ്ത കാര്യം അവർ പറഞ്ഞതായിരിക്കും. പക്ഷെ പറഞ്ഞതൊക്കെ എന്താ പറയുക, ഒരു മാന്യമായ രീതിക്ക് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ തെറി വാക്ക് ഉപയോഗിക്കാനോ അങ്ങനത്തെ ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തെറിവിളി കമൻറ്റ്സ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കും ഞാൻ മൂൺ ഗോഡസിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഇടാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ഷോർട്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അൺബോക്സിങ്ങിൻ്റെ ഒക്കെ വീഡിയോ. പക്ഷേ അതിങ്ങനെ ഇട്ടിട്ടില്ല. കുറേ നാളായി മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, കുറേ പേർക്ക് പ്രോഡക്ട്സ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തു. സ്കാം ആണ്, ഉടായ്പാണ്, 1 ഇയർ കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും ഭയങ്കര മോശം അവസ്ഥയിലുള്ള പ്രോഡക്റ്റ് ആണ്, അവരിട്ട് ലൈറ്റിങ്ങിൽ കാണിക്കുന്ന ക്വാളിറ്റി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പടപടിയെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിലേറ്റവും ആദ്യം ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് അവർ പ്രൊമോഷനൊന്നും എന്താ പറയുക, എനിക്ക് അവർ പ്രൊമോഷന് വേണ്ടി ഒരു പ്രോഡക്റ്റും എനിക്ക് തന്നിട്ടില്ല. 1 രൂപ പോലും ഡിസ്കൗണ്ട് പോലും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പൈസ കൊടുത്ത് തന്നെ മേടിച്ചാണ്. അപ്പോൾ ഓരോ പ്രോഡക്റ്റ് കാണിക്കുമ്പോഴും ഞാൻ ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ ബില്ലും അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്സ് വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്ട്സ് ഇതാണ്. ഇതൊരു 3 പീസ് സെറ്റാണ്. ഇതിലൊരു സിഗരറ്റ് ബോട്ടം ഉണ്ട്, ഒരു ടോപ്പ് ഉണ്ട്, ദുപ്പട്ടയുണ്ട്. സെയിം കളറാണ്. വലിയ കാര്യത്തിൽ ഡിസൈനൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഫ്രില്ല് പോലെ വരുന്നുണ്ട്, സൈഡിൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മൂൺ ഗോഡസിന് എനിക്ക് അങ്ങനെ ഒരു ക്യാഷ് തന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ അവർക്ക് അത്യാവശ്യം നല്ല ഫാൻസും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതാണ്. സോ ദയവ് ചെയ്ത് ഞാൻ അവരെ ഗ്ലോറിഫൈ ചെയ്യാണ്, ഞാൻ പെയ്ഡായിട്ട് ചെയ്യാണ്, പ്രൊമോഷൻ ചെയ്യാണ് ഇനി ദയവ് ചെയ്ത് പറയരുത്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് മേടിച്ചിട്ട് ഒരുപാട് നാളെ, എനിക്കിത് 2-3 വർഷമായിട്ടുണ്ട്. മൂൺ ഗോഡസ് ഒന്ന് ഫസ്റ്റ് മേടിക്കുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഇവിടെ അറിയാമല്ലോ, ഇതും കാത്തിരുന്ന് ഇതെന്നല്ല, ഞാൻ മേടിച്ച എല്ലാ പ്രോഡക്ട്സും 6 മാസവും അതിന് മേളിലും കാത്തിരുന്ന് കിട്ടിയ പ്രോഡക്ട്സ് തന്നെയാണ് എല്ലാം. ഇതൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് കാണിക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ എനിക്കിപ്പോഴും തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഗൈസ്. ഇതെനിക്ക് അറിയത്തില്ല എന്താണ്. ഇതാണ് ആ ഒരു ഗ്രീൻ സാരി. ഇത്ര ഉള്ളു സംഭവം. ഓക്കെ, ഈ ഒരു സാധനം എക്സ്ക്യൂസ് ചെയ്തു. ഇത് ഞാൻ അഡീഷണലി വെച്ചൊരു സംഭവമാണ്. അതായത് ഈ ഒരു സാരിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് കറക്റ്റാണ്. നോർമൽ സാരി നമുക്ക് ഈ 100-200 രൂപയ്ക്കൊക്കെ കിട്ടുന്ന മീറ്ററായിട്ട് കട്ട് ചെയ്ത് മേടിക്കുന്ന തുണി തന്നെയാണ്. അത് തന്നെയാണ് സാധനം, അത് തന്നെയാണ്. പ്ലെയിൻ ആണ്, അങ്ങനത്തെ ഒരു സാരിയാണിത്. സോ ഇത് അത്ര പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഈ ഒരു ഡിസൈൻ ഞാൻ എക്സ്ട്രാ കൊടുത്തതാണ്. അതായത് ഇവിടെ ഉടുക്കുന്ന ഈ ഒരു പോർഷനിൽ ഞാനൊരു ഡിസൈൻ അങ്ങനെ അഡീഷണലി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്, തീരെ പ്ലെയിൻ ആയതുകൊണ്ട്. സോ യൂഷ്വലി എനിക്ക് സാരീസ് ഒക്കെ ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. എപ്പോൾ ഞാൻ സാരി ഉടുത്താലും ശരിയാവാറില്ല. അതുകൊണ്ട് റെഡി ടു വെയർ സാരി എന്ന് പറയുന്നത് എനിക്കൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇവിടെ ഇടുന്നൊരു സാധനം ഉണ്ടല്ലോ, മുന്താണിയല്ല എന്തൊരു സാധനം, ഇവിടെ ഇടുന്നൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ തോളിടുന്ന സാധനം, അതിന് നല്ല ലെങ്ത് കൂടുതലായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് എനിക്ക് ആവശ്യം, നമ്മൾ ലൂസായിട്ട് ഇടുന്നതാണ് ഇതിനൊരു ഭംഗി. സോ അതിനനുസരിച്ച് ഞാൻ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മോഡിഫിക്കേഷൻ വരുത്തിയൊരു സാരിയാണ് ഇത്. റെഡി ടു വെയർ ആയതിൻ്റെ പുറത്ത് മാത്രം ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഉടുത്ത് പോയ ദിവസം എനിക്ക് അത്യാവശ്യം നല്ലപോലെ റിവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞു. അത് ഇത്രയും ചേഞ്ചസ് വരുത്തിയോണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ ബ്ലൗസ് ഇതാണ്. ഇങ്ങനെ ഈ ഒരു എൻ പോർഷനിലായിട്ട് സ്ലീവ്സിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതെനിക്ക് ഇച്ചിരി വൃത്തികേടായിട്ട് തോന്നി ഞാൻ ഇടുന്ന സമയത്ത്. അതുകൊണ്ട് ഇതുവരെ ഞാൻ ഈ ബ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല ആ ഒരു വീഡിയോ എടുക്കാനല്ലാതെ. സോ ഇതെനിക്ക് ഇപ്പോഴും ഇച്ചിരി ലൂസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻ ഫ്യൂച്ചർ
ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യാമെന്ന് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് ഇടുമ്പോഴും അത്ര ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല. സോ ഇതേ സെയിം കളറിന് ഞാനിത് അഡീഷണലി ഇവിടെ പോത്തസിൽ നിന്ന് തന്നെ റെഡിമെയ്ഡ് ആയിട്ടൊരു സ്ലീവ്ലെസ് ബ്ലൗസ് മേടിച്ചാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത്. അപ്പം കൊള്ളാം, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരുപാട് തെറികൾ ഇപ്പോഴും നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പച്ച സാരിയുടെ ഒരു കഥ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റ്, ഇത് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഹാൻഡ് പിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഇല്ലേ, അതിൽ ഒരെണ്ണമാണ് ഈ ഒരു സാരി എന്ന് പറയുന്നത്. ഇതും കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇച്ചിരി ഗ്ലേസിങ് ഒക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഇതിലും വേറെ അങ്ങനെ വർക്കും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്, റെഡി ടു വെയർ സാരിയാണ്. പക്ഷേ ഇത് ഉടുക്കുമ്പോൾ ശരിക്കും നല്ല ഭംഗിയാണ്. ഞാൻ സൈഡിൽ അതിൻ്റെ ഷോർട്സ് കൊടുത്തേക്കാം. സോ നല്ല ഭംഗിയാണ്. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലൗസാണ്. ഇതിൻ്റെ കയ്യിൽ സ്ലീവ്സിൻ്റെ അവിടെയായിട്ട് ഇനി ലൈനായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഓരോന്നും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, മടക്കി അലമാരി വെച്ചിരിക്കായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു സാരി. ഇത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതും ഈ ഒരു പോർഷൻ, ആ ഒരു ഇറക്കം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതും ഉടുത്ത് പോയ ദിവസം എനിക്ക് ഭയങ്കര എന്താ പറയുക, റിവ്യൂ കിട്ടിയൊരു സാരിയാണ്. അയ്യോ, ഇനി ഒരു ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നു, അതെവിടെയാണോ, അതും കൂടെ നോക്കട്ടെ. അപ്പോൾ കൂടുതലും ഞാൻ റെഡി ടു വെയർ സാരീസൊക്കെയാണ് ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എനിക്ക് വേറെ എവിടെയും ഞാൻ കണ്ടില്ല. അപ്പോൾ റെഡി ടു വെയർ സാരീസ് എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ഇനിയില്ല, നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. സോ സോറി ഗൈസ്, ഒരു ഡ്രസ്സിങ് മിസ്സായിപ്പോയി. പിന്നെ ഒരു ചുരിദാർ സെറ്റും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി. ഇതിൻ്റെ ഒരു ദുപ്പട്ട ഭയങ്കര ഈ ഒതുങ്ങാത്തൊരു വല്ലാത്തൊരു മെറ്റീരിയൽ ദുപ്പട്ടയാണ്. സോ ഇത് ഇടുമ്പോൾ പോലും ഞാൻ ഈ ദുപ്പട്ട യൂസ് ചെയ്യാറില്ല. പിന്നെ അതും ഒരു 3 പീസ് സെറ്റാണ്. ഈ ഒരു സാധനമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നെക്കിൻ്റെ അവിടെ ഞാനത് മൊത്തം എടുക്കുന്നില്ല, വീണ്ടും ഞാൻ ഇടുന്ന് മടക്കണം. നെക്കിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് വി ഷേപ്പിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മെറ്റീരിയൽ ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. അതിങ്ങനെ ഫാബ്രിക് ഇങ്ങനെ എണീറ്റ് നൂലൊക്കെ എണീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഉരുണ്ട കെട്ടി വരും. ലിൻസാണ് എൻ്റെ പേര്. ഇനി ഉണ്ട കെട്ടിയൊക്കെ വരുന്നുണ്ട്. സോ ഇതിന് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇടാനും അത്ര കംഫർട്ടബിൾ അല്ല. സൈസൊക്കെ ഒരു വല്ലാത്തൊരു സൈസായിരുന്നു. ഒട്ടും നമുക്ക് അവിടെ കയറിയാൽ ഇവിടെ കയറില്ല, ഇവിടെ കയറിയാൽ അവിടെ ലൂസ്, അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. അതിൻ്റെ കൂടെ ഒരു സിഗരറ്റ് ബോട്ടവും കൂടി ഉണ്ടായിരുന്നു. ഐ തിങ്ക് അത് അലമാരയിലാണ്. അപ്പോൾ ഓക്കെ, സിഗരറ്റ് ബോട്ടവും വലിയ സുഖമില്ലാത്തൊരു സാധനമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, മൂൺ ഗോഡസിൻ്റെ. സോ യെസ്, ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ മൂൺ ഗോഡസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതും. ഇതൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതുമാണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ ഉണ്ടോയെന്ന്. ഇതും ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എന്നെ ഏറ്റവും ഞെട്ടിച്ച മൂൺ ഗോഡസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഇത് ഈ ഇരിക്കുന്നത്. ഇതെനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല, ശരിക്കും എന്നെ ഞെട്ടിച്ചു. കാര്യം ഇതൊരു സാരി ഗൗണാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഉടുക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മുടെ നോർമൽ ടോപ്പ് ഇടുന്ന പോലെ ഇടുക, ജസ്റ്റ് സിബ് കൊടുക്കുക, ചുറ്റിയിടുക, അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ ഒരു പ്രിൻ്റ് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു, ഇത് എന്തൊരു പ്രിൻ്റാണെന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ട്, ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇങ്ങനെ കാണിക്കാം, ഈ ഒരു റെഡ് കാണുന്നില്ലേ, ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ്. ഇതിൻ്റെ കൂടെ സ്ലീവ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിത് സ്ലീവ്ലെസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണിത്. ഇതിൻ്റെയും ഇവിടുത്തെ ആ ഒരു ലെങ്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൂൺ ഗോഡ്സിൽ നിന്ന് മേടിച്ചതിൽ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2 പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഇതും, പിന്നൊന്ന് ഈ 2 സാരീസുമാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ട് പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല, ഇവർ പറ്റിപ്പാണ്, ഉടായ്പാണ്, സ്കാമാണ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഓർഡർ ചെയ്ത എല്ലാ പ്രോഡക്ട്സും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ 6 മാസം, 1 വർഷം, 1 വർഷത്തിൽ കൂടുതലൊക്കെ എടുത്തിട്ട് എനിക്കിതിൽ പല പ്രോഡക്ട്സും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ലാസ്റ്റ് കാണിച്ചതേ ഈ ഒരു സാരി ഗൗണില്ലേ, ഈ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്ത് എനിക്കൊന്ന് ചുമ്മാ ഇങ്ങനെ റീൽസ് നോക്കിപ്പോയപ്പോൾ എപ്പോഴോ കണ്ടൊരു പ്രോഡക്റ്റാണ്. കണ്ടപ്പോൾ എനിക്കിത് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടൊരു സാമ്പിൾ മേടിച്ചൊരു പ്രോഡക്റ്റാണിത്. പക്ഷേ ഞെട്ടിച്ചൊരു സാധനമാണിത്. ഞാൻ ഓർഡർ ചെയ്ത് എനിക്കൊന്ന് 1 മന്ത് പോലും എടുത്തിട്ടില്ല. സോ മൂൺ ഗോഡസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഗെസ് ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും പ്രോഡക്ട്സ് മേടിച്ച സ്ഥിതിക്ക് എനിക്കറിയാം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്.
ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു കൊറിയറുണ്ട് മൂൺ ഗോഡസ് എന്നാണെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നോക്കിയപ്പോൾ പ്രോഡക്റ്റ് ഇതാണ്. വളരെ ക്വിക്കായിട്ട് ഡെലിവർ ചെയ്തൊരു പ്രോഡക്റ്റാണ്. ലാസ്റ്റത്തെ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ആ ഒരു പാക്കറ്റ് തുറക്കുന്ന വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഓട്ടയ്ക്കിട്ട് നോക്കി അതിൻ്റെ അകത്ത് ശരിക്കും പ്രോഡക്റ്റ് ഇത് തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയ്ക്ക് ക്യൂരിയസ് ആയിരുന്നു ശരിക്കും. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2 പ്രോഡക്റ്റ്സാണിത്. ബാക്കിയെല്ലാം ഒരു ഓക്കെ. ഇതൊഴിച്ച് ബാക്കി 2ഉം ഓക്കെ ആയിട്ടുള്ളതാണ്. ബാക്കി 2 ഉദ്ദേശിച്ചത് പച്ചസാരിയും പിന്നെ ലീ ഉടുപ്പും. ഇത് 2ഉം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പച്ചയും മോശമല്ല. സോ ഇത്രയാണ് ഞാൻ മൂൺ ഗോഡസ് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എൻ്റെ പ്രോഡക്ട്സ്. അപ്പോൾ ഇനി ഒരുപാട് പേര് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല, സ്കാം ആണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത എല്ലാ പ്രോഡക്റ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ലോങ് ആയിട്ട് സമയം എടുത്തതിന് ശേഷമൊക്കെയാണ് കിട്ടുന്നത്. സോ അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം അവരുടെ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. കാര്യം നമുക്കിപ്പം വേണമെങ്കിൽ അവരുടെ നിന്ന് ഡിസൈൻ എടുത്തിട്ട് നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും സ്റ്റിച്ചിങ് സെൻറ്ററിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൊടുത്ത് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ കിട്ടാത്ത ആൾക്കാരുണ്ടായിരിക്കും, അവരായിരിക്കുമല്ലോ ഒബ്വിയസ്ലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഓർഡർ ചെയ്ത എല്ലാ പ്രോഡക്റ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ്. സോ ആരും തന്നെ എനിക്കൊന്ന് വാട്സപ്പിലൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. ഇവർക്ക് വാട്സപ്പ് ത്രൂ സെയിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ ഒരു പരിപാടി ആരും ചെയ്യാതിരിക്കുക. കാര്യം ഇവരാണോ ഇനി ഇവരുടെ പേരിൽ വേറെ കുറേ ഫേക്ക് പേജസ് വീഡിയോ ഇട്ടിട്ട് അവരുടെ നമ്പർ ഷെയർ ചെയ്ത് അത് ത്രൂ കുറേ പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. എപ്പോൾ മേടിച്ചാലും ഒഫീഷ്യൽ പേജ് നോക്കുക, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. മൂൺ ഗോഡ്സ് നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് അത്രയും ഈ പറഞ്ഞത് ഞാനിതെല്ലാം സാമ്പിളിന് വേണ്ടി മേടിച്ചതാണ്. ഒരു റെഡി ടു വെയർ സാരിയും ഈ 3 പീസ് സെറ്റൊക്കെ അല്ലാതെ മേടിച്ചതാണ്. അപ്പോൾ വീഡിയോയിൽ ഞാൻ എടുത്തൊരു കാര്യം പറയാം. എനിക്കും ഈ മൂൺ ഗോഡ്സിനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഒരു രീതിക്കുള്ള പ്രൊമോഷണൽ വീഡിയോയുമല്ല. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്യുവർലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് മാത്രം ആണ്. ഓക്കെ, പ്രോഡക്റ്റ് കിട്ടും, പക്ഷേ ഈ സാധനം ഒരുപാട് ലേറ്റായിട്ടായിരിക്കും വരുന്നത്. വന്നു കഴിഞ്ഞാലും ഇതിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിലോ, നമ്മൾ ഉദ്ദേശിച്ച സൈസ് അല്ല വന്നതെങ്കിലോ, ഫിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന് അത്ര ക്വാളിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ലെങ്കിലോ നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് റേസ് ചെയ്യാം എന്നുള്ള യാതൊരുവിധ ചിന്തയും വേണ്ട. കാര്യം അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യത്തില്ല. ഞാനും പലപ്പോഴും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. വേറൊരു ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അവർ ഇങ്ങോട്ട് വിളിച്ച് അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്തിട്ട് പോവാണ് ചെയ്തത്. ബിക്കോസ് അവർക്ക് തന്നെ പല കാര്യങ്ങളും അറിയാം അവരുടെ സൈഡിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ് ആണെന്നുള്ളത്. പക്ഷെ അവർ സോർട്ട് ചെയ്യാൻ നോക്കുന്നില്ല. സോ ഇന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് മാത്രം അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് പ്രോഡക്റ്റ് കിട്ടില്ല. 1, 2 എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു പ്രോഡക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. റിട്ടേണിനെ പറ്റിയുള്ള ചിന്തയെ വേണ്ട. അപ്പോൾ ആരെങ്കിലും മൂൺ ഗോഡ്സിലെ പ്രോഡക്റ്റ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിതൊരു ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ ബെറ്റർ അത് കീപ്പ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ റിസ്ക് ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തായാലും വേറൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല. ഇത് എൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റാണ് ഈ ഒരു സാരി ഗൗൺ. അതും ലോങ് ബാക്ക്, എന്തായാലും ഒരു 1 ഇയറിനൊക്കെ മുന്നേ മേടിച്ചാണ്. പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ ഞാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണെങ്കിലും നമ്മുടെ കമൻസിലോട്ട് നമുക്ക് പോവാം അല്ലേ. പക്ഷേ ശരിക്കും ഞാൻ പാനിക് ആവാനൊക്കെ തുടങ്ങി. സോ ആദ്യം തന്നെ എൻ്റെ ഒരു ലാവൻഡർ ഡ്രസ്സില്ലേ, അതിൻ്റെ കമൻസ്, അതിൽ വന്നിരിക്കുന്ന കമൻസാണ്. അതിനും മാത്രം ഈ ഡ്രസ്സിൽ എന്താ ഇരിക്കുന്നേ? ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ ഡ്രസ്സാണ്. ഒരേപോലത്തെ ഡിസൈനിൻ്റെ കുറേ ഓർഡർ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സംശയമാണ്. ഇത് കാണുമ്പോൾ എന്തിനാ ഇങ്ങനെ വാങ്ങുന്നത്? അതുപോലെ തുണിയെടുത്ത് പുറത്ത് വേറെ തയ്ക്കാൻ കൊടുക്ക്, അത് ന്യായം. അത് ഞാൻ കണ്ടായിരുന്നു, നേരത്തെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. Don't fall for it. Moon Goddess is a scam. Tibetan people get their order, that too just for the sake of getting review and post it in their page and scam new people. ആയിരിക്കാം, ചിലപ്പോൾ ഒരു 10-9 പേർക്കായിരിക്കാം പ്രോഡക്റ്റ്സ് കിട്ടുന്നത്. അതിൽ എനിക്കെല്ലാ പ്രോഡക്റ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിൽ ഞാനില്ല. അതായത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് റിവ്യൂ ആൻഡ് പോസ്റ്റ് ഇറ്റ് ഇൻ ദർ പേജ്. ഓക്കെ, ഞാൻ ജെനുവിൻ റിവ്യൂ മാത്രമേ പറയാറുള്ളൂ. അടുത്തത് ഹൗ ടു ക്യാൻസൽ എ ഓർഡർ ഇൻ മൂൺ ഗോഡസ്. അതെനിക്കറിയില്ല ഗൈസ്. വൺസ് പെട്ടാൽ നമ്മൾ പെട്ടതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ അറിവില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇതുപോലെയാണ് ലോലിപോപ്പ് ഷിജി എന്ന് പറയുന്ന സ്ത്രീ. കോട്ടയം ജില്ലയിലാണ്. ക്യാഷ് ഇല്ല, പ്രോഡക്റ്റും ഇല്ല. ലോലിപോപ്പെന്ന് ഞാൻ എന്തോ മേടിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, അത് തന്നെയാണെന്നൊന്ന് ഉറപ്പിക്കട്ടെ. തരാ ലോലിപോപ്പ് ഷിജി. അയ്യോ സോറി, ഞാൻ മേടിച്ച ലോലിപോപ്പ് ഷിജി അല്ല, വേറെയാണ്. അപ്പോൾ ഇവരുടെ കാര്യം എനിക്കറിയാൻ വയ്യ. അടുത്തത് അവരെങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇൻസ്റ്റയിലും റിപ്ലൈ ഇല്ല.
അതിനൊരു മറുപടി എനിക്ക് പറയാനില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ അവർക്കൊരു പങ്കുമില്ല. സോ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാം, കൂടുതൽ പറയണ്ട. ഓക്കെ, അതിന് അപ്പം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവർക്കും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അറിയുന്ന ആൾക്കാർ അത് വീണ്ടും കാണണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. ചേട്ടോന്ന് കേട്ടോ. ഗെയിമർ ട്യൂബ് 33377. ഞാൻ മൂൺ ഗോഡസിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഇയർ ഏപ്രിലിൽ എൻ്റെ ഡ്രസ്സ് കിട്ടിയത്. ആഫ്റ്റർ 5 months ആ ഡ്രസ്സിന് ഒരു ക്വാളിറ്റി ഇല്ല. ഫസ്റ്റ് വാഷ് തന്നെ കളറ് പോയി. 2200 കൊടുത്ത് മേടിച്ചതാണ്. വെരി പുവർ ക്വാളിറ്റി. ശരിയാ, ചില മെറ്റീരിയൽസ് ഈ പറയുന്ന പോലെ മറ്റേ ഈ സാധനമൊക്കെ ഇല്ലേ, ഇതിനൊക്കെ എനിക്കും ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. ഒരു വാഷൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എക്സെപ്ഷണൽ കേസാണ് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ 2 സാരിയില്ല, പിങ്ക് സാരിയും ലാസ്റ്റ് വന്ന പ്രോഡക്റ്റും, അതൊരു എക്സെപ്ഷണൽ കേസാണ്. സോ ഡിപ്പെൻസ് ഓൺ ദ പ്രോഡക്റ്റും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കുറേ ഇതാണ് ഒരു ഷഹീം പറയുന്നുണ്ട്, കുറേ നേരമായി കുരയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്ന് ഷഹീം ചേട്ടാ, കുരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പട്ടിയല്ല, ഞാൻ മനുഷ്യനാണ്. സോ ഇത് കേട്ടിട്ട് കുറേയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഐ എം നോട്ട് ബാർക്കിങ്. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എൻ്റെ മറുപടി കൊടുത്തിട്ടുണ്ട്. സോ സീനുള്ള ഇതൊക്കെ ഞാൻ മറന്നുപോയ സാധനമായിരുന്നു. ഇപ്പോൾ എടുത്തപ്പോഴാണ് വീണ്ടും ഇതൊക്കെ കാണുന്നത്. പേ ഓൺ ഡെലിവറി ഉണ്ടോ? ഇല്ലയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നവംബറിൽ 1700 ഒരു ഡ്രസ്സ് ബുക്ക് ചെയ്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. വിളിച്ചാൽ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ കാണില്ല, അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തോ? ഓ മൈ ഗോഡ്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാവേ. വെറുതെ വച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നിങ്ങളുടെ സ്വന്തം പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നേരെ കൺസ്യൂമർ കോർട്ടിൽ പോവുക, കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക. വൈ ഡോണ്ട് ദേ ഹാവ് റിട്ടേൺ പോളിസി? അറിയില്ല, അതെൻ്റെ ഒരു ചോദ്യമാണ്. കേസ് ഇതിൻ്റെ താഴെ വേറൊരു സലൂണിനെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ പേര് ഇതിൽ പറയുന്നില്ല. സോ ഇവിടെ നമ്മുടെ വിഷയം അതല്ലല്ലോ. 4 months ആയിട്ട് കിട്ടിയില്ല. വീഡിയോ ഇട്ട ഉടനെ ഓർഡർ ചെയ്തത്, അപ്പോൾ ഇനി കിട്ടില്ലേ? അപ്പം ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, പേടിക്കേണ്ട, എന്തായാലും കിട്ടും. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ്. ആരും ദൈവം എന്നെ പൊങ്കാലി ഇടരുത്. ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റിച്ചിങ് പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്തു. വീഡിയോ ഇട്ടപ്പോൾ ബ്ലോക്ക് ചെയ്തു. ഇപ്പോഴും എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. ക്യാഷ് കൊടുത്തു. ചീറ്റിംഗ്. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, ജസ്റ്റ് ഒരു കേസ് ഫയൽ ചെയ്യുക കൺസ്യൂമർ കോർട്ടിന്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ വെച്ചോണ്ടിരിക്കരുത് ദയവ് ചെയ്തിട്ട്. ഇഫ് വി വെയർ ദ മൂൺ ഗോഡസ് ഡ്രസ്, ഇഫ് വി വെയർ ദ മൂൺ, ഓക്കെ വി വെയർ ഇടുന്ന വെയറാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ മാറിപ്പോയി. ഇഫ് വി വെയർ ദ മൂൺ ഗോഡസ് ഡ്രസ് ഫോർ എ ഫംഗ്ഷൻ, ഓൾ ദ പീപ്പിൾ നോ ഇറ്റ്സ് എ 1000 rupees ഡ്രസ് വി ആർ വെയറിങ്. റിയലി? ഈസ് ദർ ആൻ ഇഷ്യൂ? I bought a dress from Moon Goddess, waiting 6 months and I wear that dress for a function. 2 more people are wearing same dress. Guys, ഇങ്ങനത്തെ കൺസേൺ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. കാര്യം നമ്മൾ ഇപ്പോൾ ഓൺലൈൻ മേടിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ പറയില്ലേ, മീഷോ എഫക്റ്റ് എന്നൊക്കെ പറയാറില്ലേ. അപ്പം കുറേ പേര് ആ ഡ്രസ്സ് ഇട്ട് നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ നമ്പർ 1. എനിക്ക് അവരായിട്ട് ബന്ധമില്ല, സത്യമായിട്ട് എനിക്ക് അവരായിട്ട് ബന്ധമില്ല. നിങ്ങൾക്ക് അവരെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുക, അങ്ങനെ മാത്രമേ എനിക്ക് അവരായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് റീലെടുക്കാൻ വേണ്ടിയല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമേ അവർ കസ്റ്റമേഴ്സ് നീഡ് കിട്ടുകയുള്ളൂ. എന്നും റീൽ ചെയ്യുന്ന ടൈം മതിയല്ലോ പ്രോപ്പർ കസ്റ്റമർ കെയർ സർവീസ് വയ്ക്കാൻ. അത് മൂൺ ഗോഡസ് നിങ്ങൾ ഇനിയെങ്കിലും പറ്റുകയാണെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കസ്റ്റമർ കെയർ സർവീസ് വയ്ക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ എന്താ പറയുക, ഇത്രയും ഡേയ്സ് ഡിലേ ആകുന്നെങ്കിലും അവരുടെ അടുത്തൊന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. കാര്യം ഒന്നും അറിയാതിരിക്കുമ്പോഴത്തേക്കാണ് അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഒന്നും അറിയാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി പറ്റിപ്പാണോ, പ്രോഡക്റ്റ് കിട്ടില്ലേ എന്നൊക്കെ ഇത്രയും നാളും വെയിറ്റ് ചെയ്യുമല്ലേ. അപ്പം സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിലോ വരുന്നൊരു ടെൻഷനാണ്. അതെങ്കിലും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പകുതിയിലധികം പ്രശ്നം തീരുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. 3 million എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വെറുതെ ആകില്ല. അവരെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേച്ചിയുടെ വീഡിയോ കണ്ട ആരേലും ഉണ്ടാക്കി പ്ലീസ് അവരെ സപ്പോർട്ട് ചെയ്യല്ലേ. അവരെ ചാനൽ റീച്ചാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നയാ. ഇങ്ങനെയുള്ള പറഞ്ഞ് റിവ്യൂ ചെയ്യാൻ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്നും നല്ലതാണെങ്കിൽ അങ്ങനെയും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ 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 പുള്ളിക്കാരി എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. ഓക്കെ, എനിക്കത് പകുതി മനസ്സിലായിട്ടുള്ളൂ കേട്ടോ.
എനിവേസ് താങ്ക്സ്. എനിക്കത് എന്നെ പോസിറ്റീവായിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഇടയ്ക്കൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താണോ അതതുപോലെ പറഞ്ഞു, റെസ്പെക്റ്റ് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ആ പേരില്ല, K-Drama World. ഓക്കെ, ഞാൻ അവരെ പോസിറ്റീവ് പറയാനും നെഗറ്റീവ് പറയാനും അല്ല ഉദ്ദേശിച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അവരുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് മേടിക്കണോ മേടിക്കണ്ടേന്ന് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. എനിക്കിപ്പോഴും തെറി വന്നുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തൊക്കെ വരുന്നത് എനിക്കറിയില്ല. അങ്ങനത്തെ ഈ പച്ച സാരിയുടെ ഒരു കമൻറ്റ് സെക്ഷനാണ്. പിന്നെ ഒരാൾ പറയുന്നുണ്ട്, 1100 രൂപയ്ക്ക് പിന്നെ നിങ്ങൾക്ക് ഒറിജിനൽ പട്ടുസാരി കിട്ടുമായിരിക്കും. ഈ റേറ്റിന് നിങ്ങൾക്കിത് ലോട്ടറിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പട്ടുസാരി അല്ല ഞാൻ ഓർഡർ ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു തീരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സാരിയാണ് ഇത്. ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ടാണ് ഞാനിതിനെ ഈ ഒരു കോലത്തിൽ ഞാൻ എത്തിച്ചിരിക്കുന്നത്. ഇതിന് ഞാൻ കണ്ടൊരു പ്ലസ് എന്ന് പറയുന്നത് റെഡി ടു വെയർ സാരി ആണെന്നുള്ളത് മാത്രമാണ്. പറഞ്ഞ പോലെ തന്നെ ബ്ലൗസ് ഇപ്പോഴും ഇടാൻ പറ്റുന്നൊരു കണ്ടീഷനിലല്ല. പ്രിൻസസ് കട്ടൊക്കെയാണ്, ഐ എഗ്രി. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ ബ്ലൗസാണ്. സോ മൊത്തത്തിൽ ഞാനതിനെ അടിച്ച് ആക്ഷേപിച്ചിട്ടില്ല. എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാനത് ഇപ്പോഴും സ്റ്റൈൽ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടു നടക്കുന്നു. റെഡി ടു വെയർ സാരി എന്നുള്ളതല്ലാതെ വേറൊരു പ്ലസ്സും ഞാൻ ഈ ഒരു സാരിയിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ ഇതിനോട് ഞാൻ ബെൽറ്റ് മേടിച്ചിട്ടില്ല കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ട് ബെൽറ്റ് ഉണ്ടായിരുന്നില്ലേന്ന്. അത് നമ്മൾ അഡീഷണലി പേയ്മെൻറ്റ് കൊടുത്താണ് മേടിക്കാൻ. എനിക്ക് പിന്നെ അതൊരു പാർട്ടി ലുക്ക് ആവത്തില്ലേ, അതുകൊണ്ട് ഞാൻ ആ ഒരു ബെൽറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരുമാതിരി നഴ്സുമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടുന്ന സാരിയുടെ ക്വാളിറ്റി പോലെ ഉണ്ട്. എനിക്ക് ഒരു കളർ ഇതൊക്കെ കണ്ടപ്പോൾ ഫസ്റ്റ് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഇവിടെ ഡിസൈനൊക്കെ വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. ക്ലോത്ത് എടുത്ത് അടുപ്പിച്ചാൽ പോരായിരുന്നു. പിന്നെ ഈ അടുപ്പിക്കണമെങ്കിൽ ഒരു റെഡി ടു വെയറിന് നമുക്കൊരു മോഡൽ കൊടുക്കണമല്ലോ, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി എനിക്ക് ഉണ്ടായിരുന്നു ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ. ഇതൊക്കെയാണ് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത് കേട്ടോ. ആരോ കമൻറ്റ് ചെയ്തിട്ടാണ്, നല്ല സങ്കടം ഉണ്ടെന്ന് മനസ്സിലായി, കാണുമ്പോഴേ അറിയാം ലോ ക്വാളിറ്റി ആണെന്ന്. അവരുടെ പറച്ചിൽ കേട്ടാൽ ഇതിലും വലുത് സ്വപ്നങ്ങളിൽ മാത്രം. അതിന് വന്നേക്കുന്നൊരു റിപ്ലൈ കമൻറ്റാണ്, ഒരു സങ്കടവും കാണില്ല, പെയ്ഡായിരിക്കും, അപ്പോൾ സന്തോഷമല്ലേ കാണുമെന്ന്. ഇതിന് ഞാൻ എന്താണ് പറയേണ്ടത്? മൂൺ ഗോഡസ് എന്തിനും എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ തരണം? പിന്നെ ആ വീഡിയോയിൽ ഞാൻ ഇവരെ പുകഴ്ത്തിയാണോ പറഞ്ഞേക്കണത്? എനിക്കുണ്ടായ ജെനുവിൻ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പെയ്ഡായിട്ട് അവരെനിക്ക് പൈസ തന്നു ചെയ്യുമ്പോൾ ഞാൻ അവരുടെ നെഗറ്റീവ് പറയുമോ? പോസിറ്റീവ് അല്ലേ പറയുള്ളൂ. അതിനാരും എന്താ പറയുക, ഇങ്ങനെ വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല. സോറി കേസ്, എനിക്ക് ദേഷ്യം വരുന്നു. മോഡൽ ഇട്ടപ്പോൾ ക്വാളിറ്റി ക്ലോത്ത് ആയി തോന്നി വർക്കും, ബട്ട് വാങ്ങിയിട്ടപ്പോൾ ലോ ക്ലാസ് ക്ലോത്ത് പോലെ തോന്നുന്നു. വർക്കിനും പെർഫെക്ഷൻ ഇല്ല. വർക്കിന് പെർഫെക്ഷൻ അത്യാവശ്യമുണ്ട്, അതായത് ഹാൻഡ് വർക്കിനൊക്കെ പെർഫെക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മളിടുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ലുക്ക് തന്നെ വരുള്ളൂ. കാര്യം ലൈറ്റിംഗ് ഇല്ല. പെട്ടെന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് തുറന്ന് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റി ജസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് കാണിക്കുന്നൊരു വീഡിയോ മാത്രമാണത്. അപ്പോൾ പിന്നെ ലൈറ്റിംഗ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ലൈറ്റിലും കൂടി എടുക്കുന്നൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും. മോഡലിട്ട സാരിയുടെ കൂടെ ഒരു ബെൽറ്റും ഉണ്ടല്ലോ, അത് കിട്ടിയില്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം, എങ്കിൽ വേണം ബെൽറ്റ് മേടിക്കാൻ. പക്ഷെ അതൊരു പാർട്ടിക്കൊക്കെ ഇടുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമ്മളിവിടെ പ്ലീറ്റൊക്കെ എടുത്ത് കുത്തുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഭംഗി കാണുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് പർച്ചേസ് ചെയ്യാതിരുന്നത്. കാവ്യ മാധവനെ കാണിച്ചിട്ട് ഫിലോമിനയെ തന്നതുപോലെ ഉണ്ടല്ലോ. ഫണ്ണിയാ, എന്നല്ലല്ലോ ഉദ്ദേശിച്ചത്. ദൈവമേ, ഞാൻ എല്ലാവരുടെ അടുത്തും കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതൊരു പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു വീഡിയോ ഇടുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഇടുമ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെ എന്താ പറയുക, ഒരാളെ അബ്യൂസ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ കമൻറ്റ്സ് ഇടാതിരിക്കുക. കാര്യം കുഞ്ഞു പിള്ളേർ വരെ കാണുന്നതാണ്. സോ അങ്ങനത്തെ കമൻറ്റ്സ് ദയവേത് ഒഴിവാക്കുക. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. അത് നെഗറ്റീവ് ആണെങ്കിലും കുറച്ച് നല്ല രീതിക്കൊന്ന് അഭിപ്രായം പറയണേ. അതായത് നോർമൽ രീതിക്ക് അഭിപ്രായം പറയുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനാരെയും ഉപദേശിക്കാനൊന്നും ആളല്ല. സോ പക്ഷേ എനിക്ക് അങ്ങനത്തെ കമൻറ്റ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അടുത്തൊരു കമൻ്റ് ഉണ്ട്, എന്ത് പ്രത്യേകതയാണ് ഈ പ്ലെയിൻ സാരിക്ക് ഉള്ളത് ഇത്ര BGM ഇട്ട് കാണിക്കാൻ? അതിനുള്ള മറുപടി ഞാൻ പറയാം. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ട് മാത്രമാണ് നമുക്ക് BGM ഇടാവുള്ളൂ എന്നൊക്കെ എന്തെങ്കിലും നിയമമുണ്ട് ഈ നാട്ടിൽ? ഇല്ല. എനിക്ക് കിട്ടിയൊരു പ്രോഡക്റ്റ് എനിക്ക് അങ്ങനെ ഇടാനാണ് എനിക്ക് തോന്നിയത്. എനിക്ക് BGM ഇടാനാണ് എനിക്ക് തോന്നിയത്. എനിക്കല്ലാതെ ഇങ്ങനെ സംസാരിച്ച് വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ഇടാനല്ല എനിക്ക് തോന്നിയത്. അതുകൊണ്ട് BGM ഇട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് BGM മാറ്റണം എന്നാണ് ഉദ്ദേശിച്ചത്. ടാടാടാടാടാ അതാണ് ഉദ്ദേശിച്ചത് ആണോ? പറ. ഇത് ഏത് സാധാരണ കടയിൽ പോയാലും 120 രൂപയ്ക്ക് കിട്ടുന്ന ലോക്കൽ ഐറ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പ്രൊമോഷൻ ആണോ ഉദ്ദേശിച്ചത്? അല്ല കേട്ടോ ചേച്ചി, ഇറ്റ്സ് മീ ലൈഫ് 9631. ചേച്ചിയോ ചേട്ടനോ?
പ്രൊമോഷനാണ് ഉദ്ദേശിച്ചത്. അവർ എന്തൊരു പറ്റിപ്പാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത് ശരി, ഒന്നും പറയാനില്ല എനിക്ക്, ഞാൻ തളർന്നു. എവരിവൺ സേസ് ഇറ്റ്സ് ഫേക്ക് പേജ്. ഞാൻ മറുപടി പറഞ്ഞല്ലോടാ, ഇത് ഫേക്ക് പേജ് ഒന്നും അല്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അവർ ഫേക്ക് ആണെന്ന് പറയില്ല. പക്ഷേ കുറേ പേർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്, നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. സാരിയുടെ തലയിട്ടത് തിരിഞ്ഞു പോയോ? തലയോ? സാരിക്ക് തലയോ? സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണം എന്നായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ അവസാനം വന്ന ഈ ഒരു സാരി ഗൗണിൻ്റെ പറ്റിയും കൂടെ ഒരു വീഡിയോ ഇടണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക, വേണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട. ഈ ഒരു സാരി ഇട്ട വീഡിയോ ആയിരുന്നു ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ പോസിറ്റീവും നെഗറ്റീവ്സും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് സ്വയം തീരുമാനിക്കുക അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഞാനായിട്ട് ഒരിക്കലും പർച്ചേസ് ചെയ്യാനും പറയത്തില്ല, പർച്ചേസ് ചെയ്യേണ്ടെന്നും പറയത്തില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പക്ഷേ അത് പർച്ചേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കോൺസിക്വൻസസ് ഒക്കെ നോക്കേണ്ടതും നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളായ സ്ഥിതിക്ക് ഇനിയെങ്കിലും മൂൺ ഗോഡസിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ഉണ്ടാവുന്ന ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അവർ തിരുത്തി മുന്നോട്ട് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. ഇനി മൂൺ ഗോഡസിനെ പറ്റി ഒരു വീഡിയോ എൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാവത്തില്ല. ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ഇത്രയൊക്കെ കണ്ടിട്ട് ഇനി വീണ്ടും പർച്ചേസ് ചെയ്യാന്നുള്ളത്. പിന്നെ ഇപ്പം ഒരുപാട് ബൊട്ടീക്സ് ഒക്കെ നമുക്ക് അല്ലാണ്ടും അവൈലബിൾ ആണ്, മൂൺ ഗോഡസ് മാത്രമല്ലല്ലോ ഉള്ളത്. അപ്പോൾ സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു മൂൺ ഗോഡസിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഇനിയും താഴെ കമൻറ്റ് ചെയ്യുക. ദയവ് ചെയ്ത് തെറിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അധികാരവും എല്ലാ റൈറ്റും ഉണ്ട്. അത് ഒരു നല്ലൊരു രീതിക്ക് നല്ലൊരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. എനിക്കും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാകും. അത് നിങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പെന്ന് മറ്റൊരു പുതിയ സാധനം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കൊടുക്കുക വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.